ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. അവന്റെ കൈകൾക്കുള്ളിൽ ആ നെഞ്ചോട് ചേർന്നിരുന്നപ്പോൾ അവൾക്ക് തെല്ലൊരു ആശ്വാസവും സുരക്ഷിതത്വ ബോധവും അനുഭവപ്പെട്ടു. ദേവേട്ടനുണ്ടല്ലോ എന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. അവൾക്കപ്പോൾ അവനോട് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നി. അവനെ ഇറുക്കെ കെട്ടിപ്പിടിക്കണമെന്നും ആ കവിളിൽ മാറി മാറി ഉമ്മ വെക്കണമെന്നും തോന്നി. അവളൊരു നിശ്വാസം പോലെ വിളിച്ചു, ദേവേട്ട. അതിനുള്ള മറുപടി പോലെ അവൻ അവളെ ഒന്നുകൂടി തന്നോട് ചേർത്തു. ദേവന്റെ മനസ്സ് വെങ്ങുന്നത് ആ ചേർത്ത് പിടിക്കലിൽ അവൾ അറിഞ്ഞു. അയ്യേ, എന്താ ഇത്? മഹാദേവൻ പേടിച്ചു അല്ലേ? അവൾ ആ ഇരിപ്പിൽ നിന്നും അനങ്ങാതെ അവന്റെ മൂടൊന്നു മാറ്റാൻ അവളുടെ മാത്രം സ്വതസിദ്ധമായ രീതിയിൽ അവനെ കളിയാക്കി. അവൻ പതിയെ അവളെ അടർത്തി മാറ്റി ദേഷ്യത്തോടെ പറഞ്ഞു, അതേടി, ഞാൻ പേടിച്ചു, ശരിക്കും പേടിച്ചു. അതാണല്ലോ നിനക്കും വേണ്ടത്. അവന്റെ നനവാർന്ന നയനങ്ങൾ കണ്ടതും അവളുടെ മുഖത്തെ ചിരി മായാൻ തുടങ്ങിയെങ്കിലും അവൾ അവനെ അതിന് അനുവദിക്കാതെ അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് മുതുകിൽ പതിയെ തട്ടിക്കൊണ്ടു പറഞ്ഞു, മഹാദേവ, അങ്ങ് തളർന്നു പോയാൽ ഈ സതിയുടെ കാര്യം എന്താവും? ദേവേട്ടൻ തളർന്നു പോയാ തനിക്ക് എങ്ങനെ ആയുഷ്മാനം ലഭിക്കും? അവളുടെ മനസ്സിൽ അപ്പോഴും ആയുഷ്മാനോടുള്ള ആഗ്രഹവും പ്രതീക്ഷയും അതിന്റെ പാരമ്യത്തിൽ തന്നെ നിലനിന്നിരുന്നു. പിന്നെ അവൾ അവനെ സ്വതന്ത്രനാക്കി രണ്ട് കവിളിലും പിടിച്ച് ഇരുവശത്തേക്കും തിരിച്ചുകൊണ്ട് പറഞ്ഞു, ബി ബ്രേവ് മാൻ. പതിയെ അവൻ നെറുകയിൽ മുത്തി. അവനൊന്ന് പുഞ്ചിരിച്ചു. എന്തുണ്ടെങ്കിലും നീ എന്നോട് പറയുന്നതാണല്ലോ. ഇപ്പൊ എന്ത് സങ്കടം ഉണ്ടായേ? എന്തേ എന്നോട് പറയാഞ്ഞേ? അവൾ ഒന്നും മിണ്ടിയില്ല. ദേവൻ സംഭവിച്ച കാര്യങ്ങളും ഡോക്ടർ പറഞ്ഞതുമെല്ലാം അവളോട് പറഞ്ഞു. അവളുടെ മൗനം അവന് ചെറുതായി ദേഷ്യമുണ്ടാക്കി. എങ്കിലും വീണ്ടും അവളെ ടെൻഷൻ ആക്കണ്ട എന്ന് വെച്ച് അവൻ അതടക്കി. ഞാൻ പുറത്തുണ്ട്, എല്ലാരും ഉണ്ട്. വിഷമിക്കണ്ട എന്റെ കുട്ടി ഒന്നിനും. ഈ ദേവേട്ടനില്ലേ നിനക്ക് എന്തിനും. ഒരു സങ്കടവും വേണ്ട കേട്ടോ, കിടന്നു. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ദേവന്റെ കയ്യിൽ അവളുടെ കൈ പിടുത്തമിട്ടു. ദേവേട്ടൻ പോവണ്ട, എന്റെ അടുത്ത് ഇരിക്കുവോ? അവൻ അവളോട് സഹതാപം തോന്നി. അത് പതിയെ കുറ്റബോധത്തിന് വഴിമാറി. വീൽ ചെയറിൽ ഇരുത്തി നീല പാന്റും വൈറ്റ് ഷർട്ടും ഇട്ട അറ്റൻഡർ അവളെ തള്ളിക്കൊണ്ട് മുന്നേ നടന്നു. കയ്യിൽ ഒരു ഫയലുമായി ഒരു നഴ്സും പിന്നെ വീട്ടുകാരും. ആ പോക്ക് അവളിൽ ചിരി ഉയർത്തി. അവൾ ഒരു കാലെടുത്ത് മറ്റേ കാലിന് മുകളിൽ വെക്കുന്ന പോലെയും രണ്ട് കൈകളും എടുത്ത് ഹാൻഡ് റെസ്റ്റിൽ വയ്ക്കുന്ന പോലെയും അഭിനയിച്ച് തല ഉയർത്തി ചുറ്റും നോക്കി. അവളുടെ കുസൃതി കണ്ട് ദേവന് ചിരി വന്നെങ്കിലും അവൻ മറ്റുള്ളവർ ശ്രദ്ധിക്കും മുന്നേ മര്യാദയ്ക്കിരിക്കാൻ കൃത്രിമ ദേഷ്യത്തിൽ കണ്ണുകാട്ടി. അവൾ ഒരു പാവത്തെ പോലെ അഭിനയിച്ച് നല്ല കുട്ടിയായി. ഒരു ദിവസം ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ എന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത കലാപരിപാടിയാണ് ഇപ്പോൾ നടന്നത്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചോദിക്കും എന്ന് കരുതിയെങ്കിലും ദേവൻ പറഞ്ഞതനുസരിച്ച് അവളോട് ആരും ഒന്നും ചോദിച്ചില്ല. അവരുടെ ചോദ്യങ്ങൾ അവളെ വീണ്ടും സങ്കടപ്പെടുത്തുമെന്നും ഒന്നിനും അവൾക്ക് മറുപടി ഉണ്ടാവില്ല എന്നും അറിയാവുന്നതിനാലാണ് അവൻ അങ്ങനെ നിർദ്ദേശിച്ചത്. ദേവനെ എല്ലാവരും പൂർണ്ണമായി അനുസരിച്ചു. അവൾ തങ്ങളോടൊന്നും പറയില്ലെന്നും ദേവന് മാത്രമേ അവളുടെ പ്രോബ്ലം കണ്ടെത്താൻ കഴിയൂ എന്നും എല്ലാവർക്കും അറിയാമായിരുന്നു. അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. രാവിലെ വന്നതല്ലേ എല്ലാവരും, ഞാൻ നിന്നോളാം എൻ്റെ കുട്ടിയുടെ അടുത്ത്. സീത ആവണിയുടെ കയ്യിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ശരിയാ, ഇനി അവൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എല്ലാവരും പോവാൻ തയ്യാറായി. ജയദേവൻ അവളുടെ അടുത്തേക്ക് വന്ന് മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ കുട്ടി ഒന്നുകൊണ്ട് സങ്കടപ്പെടണ്ട കേട്ടോ, ഞങ്ങളൊക്കെ ഇല്ലേ. അത് കേട്ട് അവൾ രണ്ട് വിരലുകൾ ചുണ്ടിന്മേൽ വെച്ച് ചിരിച്ചു. കണ്ടോ അമ്മാമേ, അവൾ കളിയാക്കി ചിരിക്കുന്നേ, ഉമ ഇഷ്ടക്കേടോടെ പറഞ്ഞു. നീ മിണ്ടാതിരിക്കൂ ഉമേ, ആരും ഇനി അവളെ ഒരു കുറ്റവും പറയണ്ട. അയാൾ ഉമയോട് ദേഷ്യപ്പെട്ടു. അത് കേട്ട് ആവണി അല്പം ഉച്ചത്തിൽ ചിരിച്ചു. എന്തേ നീ ചിരിക്കണേ? ദേവൻ ചോദിച്ചു. എങ്ങനെ ചിരിക്കാതിരിക്കും, എല്ലാവർക്കും എന്തൊരു മാറ്റാ. കേട്ടു നിന്നവരുടെ മുഖത്ത് നിഴൽ വീണു, ദേവന്റേതൊഴികെ. മോളെ, നീ കരുതും പോലെ ആർക്കും നിന്നോടൊരു ഇഷ്ടക്കേടും ഇല്ല. നീ ഞങ്ങളുടെ പൊന്നു മോളല്ലേ. നിനക്കൊന്ന് വയ്യാതായപ്പോ എല്ലാരും തീ തിന്നുമായിരുന്നു. കുറുമ്പത്തരൊക്കെ മാറി നല്ല കുട്ടിയാവാനല്ലേ എല്ലാരും ഓരോന്ന് പറയുന്നേ. എന്റെ കുട്ടിക്കത് ഇത്രയും സങ്കടമാണെങ്കിൽ ഇനി ആരും ഒന്നും പറയില്ല. അയാൾ സ്നേഹത്തോടെയും ചെറിയൊരു സങ്കടത്തോടെയും പറഞ്ഞു. അയ്യേ, അമ്മാമ്മയ്ക്ക് സങ്കടായോ?
ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, എനിക്കറിഞ്ഞൂടെ എല്ലാരെയും. അവൾ അയാളുടെ താടി പിടിച്ചു കുലുക്കി. അതെ, ഇനി എല്ലാരും വീട്ടിലേക്ക് വിട്ടോ. രാവിലെ വന്നതല്ലേ, എനിക്ക് ഒരു കുഴപ്പമില്ല. നാളെ ഞാൻ അങ്ങ് വന്നേക്കാം. അമ്മയും പോയിക്കോ. ഞാൻ പോണില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുക. നിന്റെ അടുത്ത് പിന്നെ ആരാ? ദേവേട്ട് മതി, എൻ്റെ അടുത്ത് ദേവേട്ട് നിന്നോളും. ആരും അവളിൽ നിന്നും അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചില്ല. ദേവനോ? എന്താ അവണി നീ പറയുന്നേ? അവൻ ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ? സീത പറഞ്ഞു. എങ്കിൽ ആരും നിൽക്കണ്ട. ആവണിയുടെ മുഖം മങ്ങി. ഞാൻ നിന്നോളാം സീതമ്മേ, നിങ്ങൾ പൊയ്ക്കോ. ആവണിയുടെ മുഖം മങ്ങിയത് കണ്ട് ദേവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. പിന്നെ അവൻ ബെഡിൽ അവളുടെ അടുത്ത് വന്നിരുന്ന് കൈ പിടിച്ചു പറഞ്ഞു, ഞാൻ നിന്നോളാം എൻ്റെ ആവണിക്കുട്ടിയുടെ അടുത്ത്. ആവണിക്ക് പെറ്റമ്മയേക്കാൾ ആത്മബന്ധം ദേവനോടാണെന്ന് ദേവൻ പോലും അതിശയത്തോടെ തിരിച്ചറിയുകയായിരുന്നു അപ്പോൾ. അപ്പൊ വേഗം വിട്ടു എല്ലാരും. അവളെ എതിർക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഉമയുടെ ഇഷ്ടക്കേട് ദേവൻ മാത്രമല്ല, എല്ലാവരും ശ്രദ്ധിച്ചെങ്കിലും ആരും അത് ഭാവിച്ചില്ല. അപ്പോൾ ആവണിയുടെ സൗഖ്യമായിരുന്നു ആ തറവാടിന് ആവശ്യം. എല്ലാവരും പുറത്തേക്കിറങ്ങി കോറിഡോർ നടന്നു മറിഞ്ഞു. ദേവൻ അകത്ത് കയറി ഡോർ അടച്ച് ലോക്ക് ചെയ്ത് തിരിഞ്ഞു നിന്ന് ബെഡിലിരിക്കുന്ന ആവണിയെ നോക്കി പുഞ്ചിരിച്ചു.